പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെയും ഫറവോൻ്റെ സൈന്യത്തിൻ്റെയും ഇടയിൽ വഴി ഏതുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി മോശയും ഇസ്രായേൽ ജനവും ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് മോശയോട് യഹോവ പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി ചെങ്കടലിന് നേരെ നീട്ടുക എന്ന്. ഹല്ലേലൂയ. അവർക്ക് വഴി ഏതാണെന്ന് അറിയത്തില്ല, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എല്ലാം അവസാനിച്ചു എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് മോശയോട് പറയുവാണ്, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക എന്ന്. ആ സമയത്ത് മോശ ആ ചെങ്കടലിന് നേരെ ആ വടി നീട്ടിയപ്പോൾ ഹല്ലേലൂയ, ചെങ്കടൽ രണ്ടായി പിളരുകയും പുതിയൊരു പാത തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഓപ്പണാക്കി കൊടുക്കുകയും അവർ അതുവഴി നടന്നു പോയതുമായി വചനം പറയുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് അവർ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ദാഹിച്ചു, അവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. അവരുടെ തൊണ്ട വരണ്ട സമയത്ത് അവർ മോശയോട് അപേക്ഷിച്ചു. മോശ യഹോവയോട് അപേക്ഷിച്ച സമയത്ത് യഹോവ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെടുത്ത പാറമേലടിക്കുക, അത് രണ്ടായി പിളർന്നു, ആ പാറമേലടിക്കുക എന്ന് പറഞ്ഞു. മോശ അതുപോലെ ചെയ്തപ്പോൾ ആ പാറ രണ്ടായി പിളർന്നു, അതിൽ നിന്ന് നീരുറവ പുറപ്പെട്ടു. തൻ്റെ ജനം മുഴുവനും ഹല്ലേലൂയ ആ വെള്ളം ദാഹം തീരുവോളം ആ വെള്ളം കുടിച്ചതായി വചനം പറയുന്നു. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ പുതിയ നിയമപുസ്തകത്തിൽ യേശു കർത്താവിൻ്റെ നേരെ ഓങ്ങിയ ഓരോ അടിയും ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് പുതുവഴികൾ തുറക്കുവാൻ വേണ്ടി, തൻ്റെ മക്കളുടെ മുന്നിലായിരിക്കുന്ന അടഞ്ഞതെല്ലാം ഓപ്പൺ ആകുവാൻ വേണ്ടി ഹല്ലേലൂയ യേശു കർത്താവ് അടിയേറ്റത്. ഹല്ലേലൂയ യേശു അടിയേറ്റ് വാങ്ങിയത്, യേശുവിൻ്റെ നേരെ ഓങ്ങിയ ഓരോ അടിയും ഹല്ലേലൂയ തൻ്റെ ദാഹിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഹല്ലേലൂയ വേണ്ടുവോളം ജീവജലത്തിൻ്റെ നദികൾ കൊടുക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ദൈവവചനം പറയുന്നത്, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമായി. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി എന്ന് വചനം പറയുന്നു. ആമേൻ. യേശുവിൻ്റെ നേരെ ഓങ്ങിയ ഓരോ